ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി സൈനബ് റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയും സ്വഹാബി വനിതകളുമാണ് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഇൽ വുദൂഇ മിൻഹാ, അവരുടെ വലതുഭാഗത്ത് നിന്ന് നിങ്ങൾ തുടങ്ങുക, വലതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. വമവാദിഇൽ വുദൂഇ മിൻഹാ, വുദൂഇന്റെ അവയവങ്ങൾ കൊണ്ട് നിങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക എന്നാണ്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി എങ്ങനെയാണോ വുദൂ ചെയ്യുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്, വുദൂ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മയ്യിത്താണ്, വായിലേക്ക് വെള്ളം കൊടുത്താൽ മയ്യിത്ത് പുറത്തേക്ക് തുപ്പൂലല്ലോ. അപ്പോൾ വായിലേക്ക് വെള്ളം കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് ചീറ്റേണ്ടതും ഇല്ല. അത് രണ്ടും മയ്യിത്തിന് കഴിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ കയ്യിൽ എന്തെങ്കിലും വിരലിൽ എന്തെങ്കിലും ഒക്കെ ചുറ്റിയിട്ട് മയ്യത്തിൻ്റെ വായ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൂക്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തുണിയോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. മയ്യത്തിൻ്റെ മൂക്കിലേക്കോ അതുപോലെ തന്നെ വായിലേക്കൊന്നും വെള്ളം കയറ്റണ്ട. വെള്ളം കയറ്റിയാൽ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും ചിലപ്പോൾ, അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് എന്തായാലും തുപ്പാനും കഴിയൂല. ഇനി ചെറിയ നിലക്ക് വെള്ളം കയറ്റിയിട്ട് പിന്നെ മയ്യത്തിൻ്റെ തല ഒന്ന് ചെരിച്ചിട്ട് പുറത്തേക്ക് കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിൽ ഒരു തുണിയൊക്കെ ചുറ്റിയിട്ട് മയ്യത്തിൻ്റെ വായയും അതുപോലെ തന്നെ മൂക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വുളു ചെയ്തുകൊണ്ട് മയ്യത്തിനെ കുളിപ്പിക്കുക എന്ന കർമ്മം ആരംഭിക്കുക എന്നത് സുന്നത്താണ്. ഇപ്പോൾ ജീവനുള്ള ഒരാൾ, ജീവിച്ചിരിക്കുന്ന ഒരാൾ കുളിക്കുമ്പോൾ ആ കുളിക്കുന്നതിന് മുമ്പ് വുളു ചെയ്യുക എന്നുള്ളത് എന്താണ്, സുന്നത്താണ്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലും കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മുമ്പ് വുളു ചെയ്ത് കൊടുക്കുക എന്നത് സുന്നത്താണ്.